ഹലോ റുമേഷ്. അങ്ങനെ ഗുജറാത്തിനെ തോൽപ്പിച്ച് തുടർച്ചയായ രണ്ടാം കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ആർ സി ബിയുടെ ഒരു പ്രതാപകാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൈറ്റി ഓസീസ് എന്നൊക്കെ പറയുന്ന പോലെ മൈറ്റി ആർ സി ബി. IPL വരുമ്പോൾ മൈറ്റി ആർ സി ബി. അതെ, ആർ സി ബിയുടെ ഇതുവരെയുള്ള ഒരു ജേണി നോക്കാന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ അനിൽ കുംബ്ലെ, റോസ് ടൈലർ, അതുപോലെ തന്നെ ജാക്കസ് കാലിസ്, പിന്നെ നമ്മുടെ വിരാട് കോഹ്ലി എന്നിവരടങ്ങിയ ഒരു ഫസ്റ്റ് ഒരു പ്രൈം ടൈം, പീക്ക് ടൈം ഉണ്ടായിരുന്നു. അന്നാണ് 2009 ഫൈനലിൽ 2011 ഫൈനലിൽ എത്തിയത്. പക്ഷേ 2 ഫൈനലിലും തോൽക്കാനായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വരും. പിന്നത്തെ ഒരു പീക്ക് ടൈം വേണ്ടത് ക്രിസ് ഗെയിൽ, അതുപോലെ തന്നെ AB de Villiers, ദിനേശ് കാർത്തിക്, ഷെയ്ൻ വാട്സൺ, KL രാഹുൽ എന്നിവയ്ക്ക് അടങ്ങിയ ഒരു ടീമുണ്ടായിരുന്നു 2015-16 ആ ഒരു സീസണിൽ. അന്ന് 2016 ഫൈനലിൽ എത്തിയെങ്കിലും സൺറൈസേഴ്സിന് തോൽക്കാനായിരുന്നു വിധി. പിന്നത്തെ അവസാനത്തെ സ്റ്റേജാണ് ഇപ്പോഴത്തെ RCB എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രജത് പട്ടിദാർ, യങ് ക്യാപ്റ്റൻ്റെ കീഴിലുള്ള RCB, കോഹ്ലി, ഫിൽ സാൾട്ട്, ടിം ഡേവിഡ്, ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്, ഒരു പക്ക ടീം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ടൈമിലും ശക്തമായ എതിരാളികളായിട്ട് മുംബൈയും ചെന്നൈയും ഉണ്ടായിരുന്നു. അതായത് RCB ക്വാളിഫയറിലുണ്ടായിരുന്നു, ഒന്നില്ലെങ്കിൽ മുംബൈ, ചെന്നൈ ഏതെങ്കിലും ഒരു ടീം ക്വാളിഫയറിലുണ്ടായിരുന്നു. RCB മിക്കപ്പോഴും പുറത്താക്കിക്കൊണ്ടിരുന്നത് ഈ മുംബൈ, ചെന്നൈ ടീമുകളായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തിലേക്ക് ഈ തവണ വന്ന മുംബൈയും ചെന്നൈയും ക്വാളിഫയർ പോലും കളിച്ചില്ല. ഒരു ശക്തമായ എതിരാളി ഇല്ല എന്നുള്ളതാണ് RCBക്ക്. നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ നീ ഇറങ്ങി കളിക്കാൻ, നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ഹരമുള്ളൂ എന്നൊക്കെ പറയുന്നത്. അതുപോലെയാണ് ഇപ്പോഴത്തെ അടുത്ത സീസണെങ്കിൽ മുംബൈയും ചെന്നൈയൊക്കെ ഒന്ന് തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് ആശംസിക്കാം. അതായത് ക്വാളിഫയർ കളിക്കാൻ പോകുന്നത് മുംബൈ, ചെന്നൈ, RCB എന്നീ ടീമുകളാവട്ടെ. എന്നിട്ട് അതും ഫൈനലിൽ ചെന്നൈയോ മുംബൈയോ തോൽപ്പിച്ച് RCB കപ്പെടുക്കട്ടെ എന്നാണ് RCB ആരാധകരുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. സോ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് അറിയില്ല, കാണാൻ കാത്തിരുന്ന അടുത്ത സീസണിൽ കാത്തിരുന്നതാണ്. കഴിഞ്ഞ സീസണിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് RCB ഇത്തവണയും കളിക്കാൻ തുടങ്ങിയത്. ആകെ കൂടിയുള്ള ചേഞ്ചസ് വന്നതെന്ന് വെച്ചാൽ ജേക്കബ് ഡഫി, അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യർ, കൊൽക്കത്തയുടെ മുൻതാരമായ വെങ്കടേഷ് അയ്യർ, പിന്നെ കുറച്ച് ആഭ്യന്തര ക്രിക്കറ്റേഴ്സ്, അത് പിന്നെ ജോർദാൻ കോക്സ് എന്നിവരൊക്കെ ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ളൂ. ജോർദാൻ കോക്സിനെ പ്ലേയിങ്ങിലും ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഫീൽഡിലൊക്കെ ചില സമയങ്ങൾ കണ്ടിരുന്നു. പിന്നെ മറ്റേ ആഭ്യന്തര പ്ലേയേഴ്സൊന്നും കളിക്കാനൊന്നും പരീക്ഷിക്കാനൊന്നും റോയൽ ചലഞ്ചേഴ്സ് ഒന്നുമില്ല. പിന്നെ വെങ്കടേഷ് അയ്യനെ ആദ്യ കളികളിലൊന്നും കളിപ്പിച്ചില്ലെങ്കിലും പതുക്കെ ഇമ്പാക്ട് പ്ലെയറായി വന്ന് ടീമിൽ ഇടം പിടിക്കുകയായിരുന്നു. അത് ഓപ്പണിങ്ങിൽ ഫിൽ സാൾട്ടിൻ്റെ അഭാവമാണ് വെങ്കടേഷ് അയ്യരെ വീണ്ടും പ്ലേയിങ്ങിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ ജേക്കബ് ബത്തലിൻ്റെ ഫോമില്ലായ്മയും ആണ് വെങ്കടേഷ് അയ്യന് നല്ലൊരു അവസരം തോന്നിയിട്ട് ആ അവസരം നല്ല രീതിയിൽ വെങ്കടേഷ് അയ്യർ പ്രയോജനപ്പെടുത്തുക തന്നെയായിരുന്നു. ഈ സീസണിലെ ആദ്യ 8 മത്സരങ്ങളിൽ വെറും 2 മത്സരങ്ങൾ മാത്രമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തോറ്റത്, രാജസ്ഥാൻ റോയൽസിനോടും ഡൽഹി ക്യാപിറ്റൽസിനോടും. എന്നാൽ പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസിനോടും ഈ സീസണിൽ തന്നെ ഏറ്റവും മോശം ഫോമിൽ കളിക്കുന്ന ലക്നൗ സൂപ്പർ ജയൻസിനോടും റോയൽ ചലഞ്ചേഴ്സ് തോൽക്കുകയായിരുന്നു. നെക്സ്റ്റ് മത്സരത്തിൽ മുംബൈയോട് ജയം കഷ്ടിച്ചായിരുന്നു. അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് RCBയുടെ ഈ സീസണിൽ ജേണി വന്നത്. അതായത് ഫിൽ സാൾട്ട് 2-3 മത്സരങ്ങൾക്ക് ശേഷം പരിക്കായി പുറത്തു വരുന്നു. അങ്ങനെ ഓപ്പണിങ്ങിൽ ഫിൽ സാൾട്ടിനെ പകരക്കാരനെ കണ്ടെത്താൻ RCB കുറച്ച് പാടുവേണ്ടി വന്നു. പിന്നെ മിഡിൽ ഓർഡറിൽ ജിതേഷ് ശർമ്മയുടെയും രോമേഷ് ഷെപ്പേർഡിൻ്റെയും ഫോമില്ലായ്മ അതൊരു വലിയ തലവേദനയായി. അങ്ങനെ കുറച്ചൊക്കെ ഇഷ്യൂസ് RCB ടീമിലുണ്ടായിരുന്നു, മറ്റു ടീമുകൾ പോലെ. ലക്നൌവിനെതിരെയും മുംബൈക്കെതിരെയും വിരാട് കോഹ്ലി ഗോൾഡൻ ഡക്കായി പുറത്താകുന്നു. എന്നാൽ അടുത്ത മത്സരമായ KKRനെതിരെ കിടിലൻ സെഞ്ചുറിയുമായി തിരിച്ചു വരുന്നു നമ്മുടെ RCBയും വിരാട് കോഹ്ലി. പിന്നീട് ആകെ തോറ്റത് ഉദ്ഘാടന മത്സരത്തിൽ തോൽപ്പിച്ചു വിട്ട സൺറൈസേഴ്സ് ഹൈദരാബാദിനോട്. അങ്ങനെ 1ാം സ്ഥാനക്കാരായിട്ടാണ് RCB ഗ്രൂപ്പ് സ്റ്റേജ് ഫിനിഷ് ചെയ്തത്. ക്വാളിഫയർ 1-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് നേരിട്ട് ഫൈനലിലേക്ക്. ഗുജറാത്ത് ടൈറ്റൻസ് എലിമിനേറ്റഡായി പോയ, അതായത് എലിമിനേറ്ററിൽ ജയിച്ചു വന്ന രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ച് വീണ്ടും RCBക്കെതിരെ. അങ്ങനെ ഫൈനലിൽ ഗംഭീര ആധികാരിക വിജയം നേടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ 2ാം കിരീടം സ്വന്തമാക്കുകയായിരുന്നു. അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മറികടന്ന് നല്ലൊരു സെറ്റ് ടീമായിട്ടാണ് ബാംഗ്ലൂർ ക്വാളിഫയറിന് ഇറങ്ങിയത്. അതായത് വെങ്കടേഷ് അയ്യർ ഓപ്പണിംഗ് കൊണ്ടിരുന്നു. അപ്പോൾ അടുത്ത സീസണിലും തങ്ങളുടെ ഈ മൈറ്റിനെസ് RCBക്ക് തുടരാൻ സാധിക്കട്ടെ, ഒരു ഹാട്രിക് കിരീടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ RCB ഫാൻസിന്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.